ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമില്ലേ, അത് ആർക്ക് കൊടുക്കണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് മോഹൻലാലിന് കൊടുത്തേക്കെന്ന് പറയും. അദ്ദേഹത്തിന് എന്തൊരു ക്ഷമയാണെന്നല്ലേ. ഇന്നലെ കണ്ടിട്ടേ, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാമെന്നൊക്കെ എത്രയോ തവണ അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതൊന്നും കേൾക്കാതെ ഈ മാധ്യമപ്രവർത്തകർ, അതിൽ മാധ്യമപ്രവർത്തകൻ 24-ൻ്റെ മാധ്യമപ്രവർത്തകൻ അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ആ മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ മോഹൻലാലിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ അവസാനം അദ്ദേഹത്തിന് ആ മുഖത്തിട്ട് അടിച്ച് അല്ലേ, ആർക്കായാലും നല്ല ദേഷ്യം വരും. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്നാണ്, വേറെ ഒന്നും പറഞ്ഞു. എന്താ മോനെ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. വേറെ ആരെങ്കിലും എന്നാൽ ആ മോനെ വിളിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടി വിളിക്കും. അങ്ങനെ അത്രമാത്രം ദേഷ്യമാണ്. നോക്ക്, ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ട് പറഞ്ഞത് പിണറായി വിജയൻ സാറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കടക്ക് പുറത്തു പറഞ്ഞിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരെയും അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് ഹാളിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടൊരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ തന്നെ CPM-ൻ്റെ മറ്റൊരു നേതാവ് ഈ മാധ്യമ പ്രവർത്തകരെ പറഞ്ഞത് ഇറച്ചിക്ക് മുന്നിൽ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്ന നായ്ക്കളെ പോലെ എന്നല്ലേ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, കേട്ടിട്ടില്ലായിരുന്നോ? അതുപോലെ തന്നെ നമ്മൾ സുരേഷ് ഗോപി സാറും ഇതുപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സത്യത്തിൽ ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണം. 2 ദിവസം മുന്നെയാണ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവിടെ ഇപ്പോൾ ഒരു പടി മാധ്യമപ്രവർത്തകർ കാവലാണ് അത്രേ. ഇങ്ങനെ ഒരുതരം ശവന്തിനികളെ പോലെയാണ് ഇവർ, സത്യം പറയാലോ. അതിശയം തോന്നി ഇവരുടെ ഇങ്ങനത്തെ ഈ പ്രവർത്തനം കാണുമ്പോൾ. പിന്നെ കുറച്ചൊരു 2 മാസം മുന്നേ കണ്ടാണ് തോന്നുന്നു, ആന്ധ്രയിലത്തെ ഒരു സിനിമാ നടനും അദ്ദേഹത്തിൻ്റെ മോനും തമ്മിൽ എന്തോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ ഈ ഫാമിലി ഇഷ്യൂസ് നടക്കുന്ന സമയത്തിനും ഈ മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടി ഇരച്ചു കയറി ഇവരുടെ ഈ പ്രശ്നം ഒപ്പിയെടുക്കാൻ വേണ്ടി തുടങ്ങി, വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അച്ഛൻ ദേഷ്യം വന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകരെ തല്ലുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൈറലായൊരു പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ഒരു സാമാന്യ ബോധമില്ലാണ്ട് പെരുമാറുന്ന മാധ്യമ പ്രവർത്തകരെ ഈ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ ഒരു അവസരത്തിൽ പിണറായി വിജയൻ സാറും അതുപോലെ തന്നെ മറ്റ് പ്രതികരിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇവരോട് ചെയ്യുന്ന കാര്യം ഉചിതം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനം അത് കഴിഞ്ഞു പോയതല്ലേ, അത് വിട്ടേക്ക് എന്ന് പറയുന്നത് എന്തൊരു സൗമ്യമായ സംസാരമാണ് മോഹൻലാലിൻ്റെത് അല്ലേ. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നന്നായിട്ട് പ്രതികരിക്കും. പക്ഷെ അദ്ദേഹം വളരെ പക്വമായ രീതിയിൽ ആ വേദന സഹിച്ചിട്ടും അദ്ദേഹം എന്താ മോനെ ഈ കാണിക്കുന്നതെന്നൊക്കെയല്ലേ ചോദിച്ചത്. ഭയങ്കര ഒരു ബഹുമാനം തോന്നിയായിരുന്നു ആ ഒരു നിമിഷത്തിൽ, സത്യം പറയാലോ. ഈ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ട് വാർത്തയില്ലെങ്കിൽ കൊന്നിട്ടായാലും വാർത്ത വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാനിത് പറയാൻ കാരണം, സുരേഷ് ഗോപി ഏതൊരു കാര്യത്തിന് മറുപടി പറയാതെ പോകുമ്പോഴും മാധ്യമപ്രവർത്തകൻ അവൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് മൈക്കാണ്. ആ മൈക്കിനെ കൊണ്ട് സുരേഷ് ഗോപിനെ കുത്താൻ വേണ്ടി കളിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് മാധ്യമ പ്രവർത്തനത്തിലുള്ളത്. അവരൊക്കെ എന്താ പറയുക, കുറച്ചൊക്കെ മര്യാദയോടെയൊക്കെ പെരുമാറാം. കാരണം അങ്ങനെ എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് ഇരച്ചു കയറുക, ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, എല്ലാത്തിനും ഒരു മര്യാദ ഇല്ലടേ. എന്തൊക്കെയാണ് എന്തായാലും ഒരിക്കൽ കൂടി മോഹൻലാലിൻ്റെ ഈ പ്രവൃത്തി, മോഹൻലാലിൻ്റെ ഈ പെരുമാറ്റം അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഈ സ്വഭാവം എല്ലാവർക്കും മാതൃകയാക്കി കൊണ്ടു നടക്കേണ്ടി പറ്റിയൊരു സ്വഭാവം തന്നെയാണ്. സഹിഷ്ണുത, ക്ഷമ, ഇതൊക്കെ ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. ആത്മീയ പാതയിലൂടെ പോകുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വൈകാരിക സാഹചര്യങ്ങളിൽ ക്ഷമയോടെ പെരുമാറാൻ വേണ്ടി സാധിക്കൂ. അത് മോഹൻലാൽ കാണിച്ചു തന്നിരിക്കണം നമുക്ക് അല്ലേ. എന്തായാലും ഒരിക്കൽ കൂടി മോഹൻലാലിനെ അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ട് തന്നെയായിരിക്കാം ക്ഷമാപണം നടത്തിയിട്ടുള്ളത്. എന്തായാലും ആ ക്ഷമാപണം നടത്തിയ മാധ്യമപ്രവർത്തകനും അഭിനന്ദനങ്ങൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാതിരല്ലോ. ബൈ.